ശമ്പളക്കാരായ പലർക്കും EPF നിയമങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണകളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. വിരമിക്കൽ പ്രായം. പലരും കരുതുന്നത് EPF വിരമിക്കൽ പ്രായം 60 ആണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് 58 വയസ്സാണ്. 58 വയസ്സ് കഴിഞ്ഞാൽ സാധാരണയായി വിഹിതം അടയ്ക്കുന്നത് നിൽക്കും. പലിശ. വിരമിച്ചാൽ ഉടൻ പലിശ ലഭിക്കുന്നത് നിൽക്കില്ല. 58 വയസ്സിൽ വിരമിക്കുന്നവർക്ക് അടുത്ത 3 വർഷം കൂടി, അതായത് 61 വയസ്സുവരെ ബാലൻസിന് പലിശ ലഭിക്കും. എന്നാൽ നിങ്ങൾ 45 വയസ്സിൽ വിരമിക്കുകയാണെങ്കിൽ 58 വയസ്സുവരെ നിങ്ങൾക്ക് പലിശ ലഭിച്ചേക്കാം. അക്കൗണ്ട് ഇന്നോപ്പറേറ്റീവ് ആകുന്നത്. ജോലിയിൽ ചെറിയ ഇടവേള വന്നാൽ അക്കൗണ്ട് ക്ലോസ് ആകില്ല. തുടർച്ചയായി 3 വർഷം വിഹിതം അടച്ചില്ലെങ്കിൽ മാത്രമേ അക്കൗണ്ട് ഇന്നോപ്പറേറ്റീവ് ആകൂ. അപ്പോഴും നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനോ പിൻവലിക്കാനോ സാധിക്കും. പെൻഷൻ. നിങ്ങൾ 58 വയസ്സിന് ശേഷവും ജോലി തുടരുകയാണെങ്കിൽ പോലും EPF പെൻഷൻ ലഭിച്ചു തുടങ്ങും. ജോലി നിർത്തണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ജോലിയിൽ ചേർന്ന തീയതിയും വിരമിച്ച തീയതിയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കൂ.